അപ്പോൾ വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മേളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഹൊയ് ഹൊയ് അടിപൊളി. ഇനിപ്പണാ ഓക്കെ അല്ലേ? വെള്ളം കുടിച്ചില്ലേ? അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേളിലോട്ട് കയറുക. ഏതുണ്ട റൈഡേഴ്സ് പോകുന്നുണ്ട. ഇറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ പോയതാണ് ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടൊക്കെ. ഇറങ്ങുന്ന സമയത്ത് 2022 ഇപ്പോൾ 25 സ്ഥലം വാടക എവിടെയാണ്? അതുപോലെ തന്നെ ഒരു റെസിഡൻസ് നമ്മൾ ഉണ്ടായിരുന്നത് അതെവിടെയാണ് കണ്ടത്? പിന്നെ തിരിച്ച് ഇവിടെ തന്നെ അത് കൊമഡിയിലാണ്. ഇതാണ് നമ്മുടെ ചുരം. ഒരു ബ്രോ തിരിച്ചു വരുന്നുണ്ട്. ആ എന്തോ വേണ്ട വേണ്ട വേണ്ട. ഓ ആ ഇല്ലല്ല വേണ്ട വേണ്ട. നമ്മളല്ലാതെ കയറി പോയി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണെ നമ്മളിത് കയറി അടുത്ത വളവിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. Por കയറി വന്നിട്ടുണ്ട്. അപ്പത്തെ കയറി വന്നിട്ടുണ്ട്. ശ്വാസം മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശരി.
मक्का क्या हो गया मक्का കച്ചവടം ഇതാണല്ലേ കച്ചവട സ്ഥലം പാവത്തിന് എന്ത് ചോദിച്ചു നോക്കിട്ടോ ആ കുറേ പേരുണ്ടല്ലോ നിൽക്കുക ആനമറി ചുരത്തിൽ കണ്ടു അപ്പം നിളയുടെ തീരത്താണ് നമ്മളുള്ളത്. ഇത് കണ്ട കുറ്റിപ്പുറത്ത് പാലത്തിൻ്റെ സമീപം ഇവിടെ ഒരു നഗരസഭയുടെ ഒരു ചെറിയ പാർക്കുണ്ട്. അതിൻ്റെ സമീപത്താണുള്ളത്. ഇവിടെ ശൗചാലയം ഉണ്ട്, നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓപ്പണായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അമ്പലമാണിത്. അമ്പലത്തോട് ചേർന്ന് തന്നെ താഴെ ഒരു കുളിക്കടവുണ്ട്. രാവിലെ അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്ത് വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാൻ പറ്റും. കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ അലക്കിയിട്ടേക്കാണ്. അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാത്ര തിരിക്കാം. അപ്പോഴത്തേക്ക് കറങ്ങി അടിച്ച് പോകാനുള്ള പാലമാണത്. അതുവഴി നമ്മൾ തിരുനാവായയിലേക്കാണ് പോകുന്നത്. തിരുനാവായയിലേക്ക് പോയിട്ട് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ ആദ്യമായിട്ടാണ് നമ്മുടെ ഭാരതപ്പുഴയെ ഇത്ര അടുത്ത് ഞാൻ കാണുന്നത്. വണ്ടിയെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തൊട്ടടുത്ത് കാണുന്നത്. ആ മണൽത്തിട്ടയിലൊക്കെ രാവിലെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു ഇതിൻ്റെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പോഴത്തെ മിക്കവാറും ഇന്ന് തിരുനാവായ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ സന്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇവിടുന്ന് അടുത്ത റൂട്ടിലോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ തിരുനാവായിക്ക് പോകേണ്ടത് ഞാനിപ്പോൾ കാണിക്കുന്ന റൂട്ടിലാണ്. എനിക്ക് ശരിക്കും പോകേണ്ടത് ഈ റൂട്ടിലോട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തിരുനാവായ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ശരി, നമുക്ക് യാത്ര തുടരാം. അപ്പോൾ കുറ്റിപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ സമീപമാണ് ഞാനുള്ളത്. ശിവപാർവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ താഴെയുള്ള മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്കുണ്ട്, അവിടെയാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഭാരതപ്പുഴയിലൊക്കെ ആദ്യമായിട്ടൊന്ന് കുളിച്ച്, അപ്പോൾ താഴെ ഒരു ശിവൻ്റെ ഒരു പ്രതിമയൊക്കെ കാണാം. അപ്പോൾ വലിയൊരു ആൽമരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. പഴയ രീതിയിലുള്ള ഒരു ക്ഷേത്രം, ഫുള്ള് ഓടിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരുമ്പം തന്നെ വഴി സൈഡിൽ നമുക്ക് ഈ ക്ഷേത്രം കാണാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബൈപ്പാസൊക്കെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതേ നമ്മൾ കുഞ്ഞിനെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കാപ്പി കുടിക്കാൻ പോയതാണ്, കുഞ്ഞിനെ താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. തിരുനാവായ പോകണം എന്നാണ് ഒരാഗ്രഹം.
അങ്ങോട്ടുള്ള വഴിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്ന് പോയി തപ്പി നോക്കാം. ഇതാ ഭാരതപ്പുഴ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് ഒഴുകുന്നു. ഈ പാലത്തിൻ്റെ അങ്ങേ സൈഡിലോട്ടാണ് നമുക്ക് തിരുനാവായിക്ക് പോകേണ്ടത്. പക്ഷേ ഇവിടുന്ന് ഈ പാലം ക്രോസ് ചെയ്ത് അക്കരെ ചെന്നിട്ട് കുറേ ചുറ്റാനുണ്ട്. അപ്പോൾ ആ ചുറ്റെല്ലാം കഴിഞ്ഞ് തിരുനാവായിലെത്തി മാമാങ്കം നടന്ന ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ഈ വെഞ്ചയിലാണ് കിടന്നുറങ്ങിയത്. കുഞ്ഞിനെ ഇവിടെ കയറ്റി വെച്ച്. അല്ലെങ്കിൽ ഈ മരത്തെ മുഴുവൻ കാക്കക്കൂട് ആണ്. നിറയെ കിളികളുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റത് താമസിച്ചാണ്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് എഴുന്നേക്കാൻ താമസിച്ച്. അപ്പോൾ ഈ മരം നിറച്ച് കിളികളായിരിക്കും. അപ്പോൾ രാവിലെ ഇവന്മാർ കാഷ്ടമിട്ട് നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊരു ഓപ്പൺ ഷവറാണ്. ഓപ്പൺ ഷവറിൻ്റെ ഇവിടെയാണ് നിന്ന് ഇത് കിടന്നുറങ്ങിയത്. അപ്പോൾ ശരി, നമ്മൾ നേരെ തിരുനാവായിക്ക്. കുഞ്ഞി ഓക്കെ അല്ലേ? പോവാം. അതിനാ തീറ്റ തട്ടിക്കവനെ. അപ്പോഴത്തെ കുറ്റിപ്പുറം പാലത്തിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്നത്. അപ്പോഴത്തെ ഇവിടെയാണ് സ്വാമിമാർ വന്ന് കുളിക്കുന്ന സ്ഥലം. ഭാരതപ്പുഴ മൊത്തത്തിൽ വെള്ളം വറ്റിക്കിടക്കുകയാണ്. മുൻപ് സെൻറ്ററിൽ കൂടി ഒഴുകിയിരുന്നതാണ്. ഇപ്പം മണൽ വാരാത്തതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം മണൽ വന്ന് അടിഞ്ഞ് ആ ചെരുവാണ്, അത് വളവാണ് ഇവിടെ. ആ വളവിലൂടെ മണൽ വന്നടിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സൈഡിൽ കൂടിയാണ് പുഴ ഒഴുകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല ഉച്ച നേരമാണ്, നല്ല തിരക്കുണ്ട്. എങ്ങനെ സൈക്കിൾ പാലത്തിൻ്റെ അക്കരെ എത്തിക്കുക എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരു 2:30-3 മണി ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതുവരെ നമുക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ കുഞ്ഞിനെയൊക്കെ വെളിയിലോട്ട് ഇറക്കി വെക്കാൻ ഇവിടുത്തെ വന്ന ഓഫീസർ പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ പതിയെ വെളിയിലോട്ട് ഇറക്കി വെക്കുവാണ്. അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ മലപ്പുറത്തെ യാത്രകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറ്റിപ്പുറത്തേക്ക് വന്നത്. അപ്പോഴത്തെ അടിപൊളി പേരാലും ഇന്ന് രാവിലെയാണെങ്കിൽ നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിറച്ച് കിളികളായിരുന്നു ഇവിടെ. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. അപ്പോഴത്തെ ഞങ്ങൾ തിരുനാവായ ക്ഷേത്രത്തിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നിളയള തീരത്താണ്. ഇതാണ് ഭാരതപ്പുഴ. ഏറ്റവും വീതിയുള്ള പ്രദേശങ്ങളിൽ പെട്ടതാണ് ഈ സ്ഥലം. അല്ല, ഇവിടെയല്ല ഏറ്റവും കൂടുതൽ വീതിയുള്ളത്. അപ്പോഴത്തെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളാണ്. പേര് സാഗർ. അപ്പോൾ അതേ 2 പേരും കൂടി എന്നെ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തെ കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. അവൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കിടക്കുകയാണ്. ഉറക്കം വന്നിട്ട് കണ്ണേ കൂടെ നിൽക്കുക അല്ലേടി. ആ പാത്രം മാറ്റി വെച്ചാലേ അവൾക്ക് ഉറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞിനെ ഞാൻ ഒരു നാരങ്ങ ഒരു സോഡാ സർബത്ത് കുടിച്ചാൽ മതി. അത് കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പതിയെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഞാൻ ഏകദേശം ആ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോഴത്തെ 2 സൈഡിൽ കൂടെ ഒഴുക്കുള്ളൂ അല്ലേ? അങ്ങേ സൈഡിൽ ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴത്തെ നടുവൊക്കെ മണലിങ്ങനെ മൂടി കയറി വരുവാണ്. അടുത്ത പ്രളയമാകുമ്പോൾ മിക്കവാറും വഴി വെള്ളം കയറും. ആ പരുവത്തിലാണ് മണൽ മൂടി കയറി വരുന്നത്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ചില പ്രത്യേക പരിപാടികളൊക്കെ നടക്കുന്നതിനാൽ നല്ല തിരക്കുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അന്നദാനവുമുണ്ട്. ഇതൊരു പ്രൈവറ്റ് ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. സ്വകാര്യ ദേവസ്വം ബോർഡാണ് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത്. ഇവിടെ ചില പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ നല്ല ഒരു പേരാൽ നിൽക്കുന്നത് കാണാം. ഇത് പണ്ട് കാലത്ത് മാമാങ്കം നടന്നിരുന്നപ്പോൾ രാജകുടുംബം അത് കാണാൻ വേണ്ടി ഇരുന്നിരുന്ന ഒരു വലിയ ടവറാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല, കാരണം പൂജാകാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ചുറ്റുമതിലിനുള്ളിലാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് അയ്യപ്പ ക്ഷേത്രമാണ്. അത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
നമ്മൾ ഈ വഴിയിൽ വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട് മഹാശിലായുഗ സ്മാരകം. അപ്പോൾ എന്നാണെന്നറിയാൻ വേണ്ടി ഞാൻ വലത്തോട്ട് നോക്കിയപ്പോഴാണ് അതുകൊണ്ട് ഇവിടെ ഒരു കല്ല് നിൽക്കുന്നു. മഹാശിലായുഗത്തിലെ ഒരു പാളിക്കല്ലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ തിരൂർ GMLP സ്കൂൾ എടക്കുളം സ്കൂളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. ഇതുണ്ടോ ഒരു കൽപ്പാളി, ഭീമനായിട്ടുള്ളൊരു കല്ലാണ്. അത് സ്ക്വയറിൽ ചെത്തിയെടുത്തിരിക്കുകയാണ്. ഇതുണ്ടോ ശിലായുഗ കാലത്ത് ഉള്ളതാണെന്നാണ് പറയുന്നത്. നമ്മൾ മുൻപ് കണ്ട കല്ലുകൾ പോലെ തന്നെയുള്ള കല്ലാണ്. അതായത് ചീങ്കല്ല്, വെട്ടുകല്ലല്ല, ചീങ്കല്ലാണ്. നമ്മൾ മഹാശിലായുഗത്തിലെ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. ഇത് തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അന്നത്തെ ഒരു കല്ലാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഒരു 10-12 അടി പൊക്കമുണ്ട്. ഇതുണ്ടോ ഒറ്റയടിക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സ്കൂളിൻ്റെ സമീപത്താണ് ഈ കല്ല് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ തിരൂർക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ചൂടൊക്കെ അടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം.